Good morning. Let's start today's topic, that is plane wave, right? So we're going to study what is a plane wave and the equation for uniform plane wave. Both are very important. So in the first classes we have studied two waves. One is electromagnetic waves and one is mechanical wave. So how a mechanical wave is produced? Either you have to take a water body, stagnant ആയിട്ടുള്ള വാട്ടർ ബോഡി, അതൊരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. സോ ദിസ് ഇസ് എ ബിഗ് സ്റ്റോൺ യു ആർ ഹാവിങ്, right? So into that big stone, what you're doing is if you throw it into a stagnant water, you have waveforms or the ripples will be generating in this manner, concentric nature, right? അതായത് പക്ഷെ ഞാൻ ഈ ഒരു പോയിന്റ് നിൽക്കുകയാണെങ്കിൽ അത് സർക്കുലർ ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു പോയിന്റ് നമ്മൾ ഒരുപാട് ദൂരം എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേറ്റ് റേഡിയസ് ഇൻക്രീസ് നമുക്ക് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്ലെയിൻ വേവ്. നത്തിങ് ബട്ട് when you from if the wave is propagating from source to a distant point at the distant end at a higher distance, it's more or less looks like a plane wave rather than a spherical wave. So this is plane wave concept. So but mechanical wave എന്ന് പറയുന്നത് it need a medium to travel, whereas electromagnetic wave does not need a medium. It can be in like a free space, move in a free space, or it can also move in a conductor, റൈറ്റ്? അപ്പം നമ്മൾ ഈ രണ്ട് രീതി നമ്മളെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാം. അതായത് കണ്ടക്ടറും ഫ്രീ സ്പേസും എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റാണ് മിക്കവാറും ഇ എം വേവ് സ്റ്റഡി ചെയ്യുന്ന നേരം നമ്മൾ ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഇഫ് ദിസ് ഇസ് ഇ and if this is H, then this Z will be the propagation direction of electromagnetic wave or a plane wave. In physics, a plane wave is a special case of wave or field, a physical quantity whose value at any moment is constant over any plane that is perpendicular to the fixed direction in space. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് പോവുക ചെയ്യുന്നത്. യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് പറയുന്ന ഇക്വേഷൻ, വി ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ യൂണിഫോം പ്ലെയിൻ വേവ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിന് മുന്നേ നമ്മൾ ഹെൽമോൾട്ട്സ് ഇക്വേഷൻ പഠിച്ചിരുന്നു. വി ഹാവ് സ്റ്റഡീഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എൻഡിൽ ഹെൽമോൾട്ട്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഡെൽ സ്ക്വയർ ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ എൻഡപ്പ് ചെയ്തിരുന്നു, റൈറ്റ്? സോ ദാറ്റ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ വി ഹാവ് ടു ടേക്ക് that for your remembrance, that is del square E equal to E into gamma square equation പഠിച്ചിരുന്നല്ലോ. സോ അതിനകത്ത് ഗാമ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് മ്യൂ സിഗ്മ ജെ പ്ലസ് മ്യൂ എപ്സിലോൺ ജെ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ ലൈക്ക് ദാറ്റ്. സോ ആ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടേം ഡിസപ്പിയർ ചെയ്തു പോകും, കാരണം നമ്മൾ ഫ്രീ സ്പേസ് ആണ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഫ്രീ സ്പേസ്, right? So free space ആകുമ്പോഴത്തേക്കും we have to remove sigma equal to 0. ഫസ്റ്റ് ടേം റിമൂവ് ചെയ്യണം. കണ്ടക്ടർ ആണെങ്കിൽ സിഗ്മ എക്സിസ്റ്റ് ചെയ്യും. സോ ദിസ് വാസ് എ ഫസ്റ്റ് ഇക്വേഷൻ, ഡെൽ സ്ക്വയർ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0. അതായത് ഫ്രീ സ്പേസ് ആയതുകൊണ്ട് മ്യൂ 0 എപ്സിലോൺ 0 ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് സ്പേസ് ഹാർമോണിക്സ്, ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് ടൈം ഹാർമോണിക്സ്. അതായത് ടൈം അനുസരിച്ച് വേരി ചെയ്ത്. അതായത് നോക്കിക്കേ, ഈ വേവ് ഫോമിൽ ഈ ഡയറക്ഷൻ എക്സ് വൈ പ്ലെയിനിൽ ഇ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ദിസ് പ്ലെയിൻ യു ഹാവ് ബി, പക്ഷേ വേവ് പ്രൊപ്പഗേറ്റിന് തേർഡ് ഡയറക്ഷൻ ഇസഡ്. നോക്കിക്കേ, അപ്പം നമുക്ക് ഈ പോയിന്റിൽ നമുക്കിപ്പം 0th ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേവ് ഫോം ഇവിടെ എത്തുമ്പോൾ 3 seconds എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈം അനുസരിച്ചാണ് ഈ വേവ് വേരി ചെയ്യുന്നത്, അല്ലേ? അതുപോലെ ഇതിന് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, സോ ഇത് ഒരു 10 cm ആണ് ഈ ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 10 cm ആണ്. അങ്ങനെ നമ്മൾ ടൈം അതുപോലെ സ്പേസ്, അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ. അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന സ്പേഷ്യൽ പാരാമീറ്ററും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടൈം എന്ന് പറയുന്ന പാരാമീറ്റേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് എക്സ് വൈ സെഡ് ആണ് സ്പേഷ്യൽ പാരാമീറ്റർ, ടി ആണ് ടൈം. അപ്പോൾ ഈ രണ്ട് ടേംസിലും രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഡെൽസും വിത്ത് റെസ്പെക്ട് ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി വളരെ പ്രസക്തമായിട്ടുള്ളത് രണ്ടാമത്തേത്, സെക്കൻഡ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ഓൾറെഡി നോ വാട്ട് ഇസ് ഡെൽ. It's an operator, right? So it is nothing but dou by dou x ax plus dou by dou y ay plus dou by dou z
എ സെഡ്. ഇതായിരുന്നല്ലോ ഡെല്ല്. ഇനി ഡെൽ സ്ക്വയർ ഓപ്പറേഷൻ ചെയ്യുക, റൈറ്റ്? സോ ആഫ്റ്റർ ഡൂയിങ് ഡെൽ സ്ക്വയർ ഓപ്പറേഷൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് എ എക്സ് ഡോട്ട് എ എക്സ് എന്ന് പറയുന്നത് 1 ആവും, അത് ക്യാൻസൽ ആവും. സോ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇ എന്ന് പറഞ്ഞ് കിട്ടും. ബാക്കി ഈ ടേം അതുപോലെ തന്നെ മ്യൂസിറോ എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അഗെയിൻ വി നോ വാട്ട് ഇസ് ഇ. ഇ ഈസ് ഇ എക്സ് എ എക്സ് പ്ലസ് ഇ വൈ എ വൈ പ്ലസ് ഇ സെഡ് എ സെഡ്. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുവാണ് നമ്മൾ ചെയ്യേണ്ടത്. യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് സർട്ടൻ തിങ്സ് ആൻഡ് റീഅറേഞ്ച് ഇക്വേഷൻ. അതായത് നോക്കൂ, രണ്ട് ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ദിസ്: ഇ ഇസഡ് വിൽ ബി 0. നോക്കൂ, ദിസ് ഇസ് ഇ is along xy plane, isn't it? It is not along the z plane. So Ez, spatial component will be 0. Ez component will be 0. ഇനി നോക്കിക്കോ, ഈ വേവ് ഫോം മൂവ് ചെയ്യുന്നത് z ഡയറക്ഷനില്ല. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ എക്സ് 0 ആയിരിക്കും, ഡോ ബൈ ഡോ വൈ ഓഫ് ഇ വൈയും 0 ആയിരിക്കും. നമുക്ക് ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ ടേമും ഡോ ബൈ ഡോ വൈ എന്ന് പറഞ്ഞ ടേമും 0 ആയിരിക്കും. കാരണം ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് along z direction. Wave is propagating along z direction ആയതുകൊണ്ടാണിത്. അതുപോലെ തന്നെ the E wave is along x y plane. അതുകൊണ്ടാണ് EZ 0. ഈ രണ്ട് കോമ്പണൻസും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും, റൈറ്റ്? നമ്മൾ ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കേ, ഇയിൽ എത്ര ടേം ഉണ്ട്? 1 2 3. ഇവിടെ ഓൾറെഡി 1 2 3 ഉണ്ട്. സോ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ യു ഗെറ്റ് ടോട്ടലി 9 ടേംസ്. ഓവർ ഹിയർ ഈ 3 ടേം ഉണ്ട്. സോ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 സെപ്പറേറ്റ് ടേംസ് RHS കിട്ടും. സി, ദിസ് ഇസ് ഹൗ യു ഇലാബറേറ്റ് ഇറ്റ്. നോക്കൂ, ദിസ് ഇസ് എ 9 ടേം, ഫസ്റ്റ് 3 ടേംസ്. അതായത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇ എക്സ്, ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഇ എക്സ്, ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇ എക്സ്. അതുപോലെ ഫസ്റ്റ് 3 ടേംസ് ആയി. പിന്നെ ഇതേപോലെ ഇ വൈയുടെ വരും, ഇതേപോലെ ഇ സെഡിൻ്റെ വരും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു? 3 ടേംസ്, ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ൻ്റെ ഇ എക്സ് ഇ വൈ ഇ സെഡ്, ഈ 3 ടേംസും വരും. ഇനി നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? അവർ കണ്ടീഷൻസ് വാസ് ഇ സെഡ് ഈക്വൽ ടു 0. അതുപോലെ ഡോ ബൈ ഡോ എക്സും ഡോ ബൈ ഡോ വൈയും നമ്മൾക്ക് 0 ആയിട്ട് കിട്ടും. നോക്കിക്കേ, ഈ ടേം 0 ആയി. വി ഹാവ് ടു പുട്ട് ഇറ്റ് 0. ദിസ് ഇസ് 0. This is z, so it can't be 0. This can't be 0. It will be there. This becomes 0. X, the y 0. ഇത് 0 ആവില്ല. It will be there, right? x y രണ്ട് ടേം 0 ആവും. പിന്നെ അവസാനം എന്നുള്ള ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആണെങ്കിലും ഇ സെഡ് അവിടെ ഉള്ളത്. സോ ഇ സെഡ് വിൽ ബിക്കം 0 over there. So only 2 terms remains. ഇനി ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഇത്ര ടി നമ്മൾ 0 എന്ന് പറയുന്നില്ല, കാരണം ഇറ്റ്സ് വേരിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലേ? കാരണം ഈ വേരി ചെയ്യുന്നത് എക്സിലും വൈയിലും വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് വേരി ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇ സെഡ് നമുക്ക് 0 എന്നറിയാം. ഇ സെഡ് വിൽ ബി 0. സോ നമ്മൾ ഈ ടേമും 0. സോ ബാക്കി നമുക്ക് ഇത്രയും ടേംസും കൂടെയാണ് നമുക്ക് ഏകദേശം കിട്ടുന്നത്, റൈറ്റ്? സോ വിൽ rewrite it again. Dou square ex by dou z square ax first term, then dou square ey by dou z square ay will be second term, and also on the right hand side dou mu 0 epsilon 0 into the sec 2 terms you have to write. Now next step എന്ന് പറയുന്നത് നമ്മൾ ax ൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ax ൻ്റെ കോഎഫിഷ്യൻ്റ് എന്നാ? dou square ex by dou z square. That is over here. Right hand side വരുമ്പോഴേക്കും it will be mu 0 epsilon 0 dou square ex by dou t square, right? ഇതേപോലെ എ വൈയുടെ ടേംസിനെ ഇക്വേറ്റ് ചെയ്യണം. എ വൈയുടെ ടേംസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? ഡോ സ്ക്വയർ ഇ വൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു മ്യൂ 0 epsilon 0 dou square ഇ വൈ ബൈ ഡോ ടി സ്ക്വയർ, റൈറ്റ്? സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് uniform plane. We will see it once again. So നമ്മൾ ax ഉം ay equate ചെയ്ത് കഴിയുമ്പോൾ these two equations you will get. This is the uniform